Dear fellows, today I am focusing on women's rights and girls' education because they are suffering the most. There was a time when women social activists asked men to stand up for their rights. But this time we will do it by ourselves. I am not telling men to step away from speaking for women's rights. Rather, I am focusing on women to be independent to fight for themselves. പ്രിയ കൂട്ടരെ, ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. വനിതാ സാമൂഹിക പ്രവർത്തകർ സ്ത്രീകളുടെ അവകാശത്തിനായി പുരുഷന്മാരോട് ശബ്ദമുയർത്താൻ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ഞങ്ങൾ സ്വയം ചെയ്യും. പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ നിന്ന് പിന്മാറാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് സ്ത്രീകൾ സ്വതന്ത്രരായി നിന്ന് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിലേക്കാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Dear sisters and brothers, now it's time to speak up. We call upon the world leaders that all the peace deals must protect women and children's rights. A deal that goes against the dignity of women and their rights is unacceptable. We call upon all governments to ensure free, compulsory education for every child all over the world. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാ സമാധാന ഇടപാടുകളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നതാവണമെന്ന് ലോക നേതാക്കന്മാരോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. സ്ത്രീകളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കുമെതിരെയുള്ള ഒരു കരാറും സ്വീകാര്യമല്ല. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. We call upon all governments to fight against terrorism and violence, to protect children from brutality and harm. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. തീവ്രവാദത്തിനും അക്രമത്തിനുമെതിരെ പോരാടാനും ക്രൂരതയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനും എല്ലാ സർക്കാരുകളെയും ഞങ്ങൾ വിളിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളുടെ വിപുലീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായി വികസിത രാജ്യങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു. We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. We cannot all succeed when half of us are held back. സഹിഷ്ണുതയുള്ളവരായിരിക്കുവാൻ എല്ലാ സമൂഹത്തോടും ആഹ്വാനം ചെയ്യുന്നു. ജാതി, മതം, വർഗം, ലിംഗഭേദം തുടങ്ങിയ മുൻവിധികളെ അടിസ്ഥാനമാക്കിയുള്ള എന്തിനേയും നിരസിക്കുക. സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുക. അതിലൂടെ സ്ത്രീകൾക്ക് മുന്നേറാൻ സാധിക്കും. നമ്മിൽ പകുതിയിലേറെ പേരും പിറകിലായിരിക്കുമ്പോൾ നമുക്ക് വിജയിക്കാനാവില്ല. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. ധൈര്യമുള്ളവരായിരിക്കുക, തങ്ങളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയുക, ശക്തി പ്രാപിക്കുക എന്ന് ലോകമെമ്പാടുമുള്ള സഹോദരിമാരോടായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. Dear brothers and sisters, we want schools and education for every child's bright future. We will continue our journey to our destination of peace and education for everyone. No one can stop us. We will speak for our rights and we will bring change through our voice. We must believe in the power and strength of our words. Our words can change the world. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാ കുട്ടികളുടെയും ശോഭനമായ ഭാവിക്കായി നമുക്ക് വിദ്യാലയങ്ങൾ വേണം, വിദ്യാഭ്യാസം വേണം, സമാധാനം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടരും. ആർക്കും നമ്മെ തടയാനാവില്ല. നമ്മുടെ അവകാശങ്ങൾക്കായി നമ്മൾ സംസാരിക്കും. നമ്മുടെ വാക്കുകളിലൂടെ
മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിക്കണം. ലോകത്തെ മാറ്റാൻ നമ്മുടെ വാക്കുകൾക്കു കഴിയും. Because we are all together, united for the cause of education, and if we want to achieve our goal, then let us empower ourselves with the weapon of knowledge, and let us shield ourselves with unity and togetherness. കാരണം നാമെല്ലാവരും ഒരുമിച്ചാണ്, വിദ്യാഭ്യാസത്തിനായി ഒന്നു ചേർന്നവർ. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ നമ്മെ തന്നെ ശാക്തീകരിക്കണം. അറിവ് എന്ന ആയുധം ഉപയോഗിച്ച് നമ്മെ തന്നെ ശാക്തീകരിക്കാം. ഐക്യത്തോടും ഒരുമയോടും കൂടി നമുക്ക് നമ്മെ സ്വയം സംരക്ഷിക്കാം. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice, and ignorance. We must not forget that millions of children are out of schools. We must not forget that our sisters and brothers are waiting for a bright, peaceful future. So let us wage a global struggle against illiteracy, poverty, and terrorism, and let us pick up our books and pens. They are our most powerful weapons. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദാരിദ്ര്യത്തിലും അനീതിയിലും അജ്ഞതയിലും കഷ്ടപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാം മറന്നു പോവരുത്. ദശലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളുകൾക്ക് പുറത്താണ്. അവരെ നാം മറന്നു പോവരുത്. ശോഭനമായ സമാധാനപരമായ ഒരു ഭാവിക്കായി കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാരെ നാം മറക്കരുത്. അതിനാൽ നിരക്ഷരതയ്ക്കെതിരെയും ദാരിദ്ര്യത്തിനും തീവ്രവാദത്തിനുമെതിരെയും നമുക്ക് ഒരു ആഗോള സമരം നടത്താം. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളും പേനയും എടുക്കാം. അതാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. One child, one teacher, one pen and one book can change the world. Education is the only solution. Education first. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാൻ കഴിയും. വിദ്യാഭ്യാസം മാത്രമാണ് പരിഹാരം. ആദ്യം വിദ്യാഭ്യാസം. Malala Yousafzai is a Pakistani activist for female education and the youngest ever Nobel Prize recipient. She is known mainly for human rights advocacy for education and for women in her native Swat Valley, where girls were at times not allowed to attend schools. Yousafzai's advocacy has grown into an international movement. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാനി ആക്ടിവിസ്റ്റാണ് മലാല യൂസഫ്സായി. നൊബേൽ പ്രൈസ് ജേതാവാണ് മലാല. 2014 നൊബേൽ പ്രൈസ് ലഭിച്ചത്. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്നതിൽ അറിയപ്പെടുന്ന ആളാണ് മലാല. അവളുടെ സ്വദേശമായ സ്വാത് വാലിയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാണ് പ്രധാനമായും വാദിക്കുന്നത്. മലാലയുടെ മൂവ്മെന്റ് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്.